എനിക്ക് ഈ ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ പോകാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് കാണാൻ ഒരുപാടുണ്ട്, അത് കാണാനായിട്ട് നമ്മൾ പോയ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ പ്രത്യേക ഒരു വൈബാണ്. നമ്മളതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അങ്ങനെയൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മുടെ ക്ഷേത്രം മാത്രമെടുക്കുന്നത് ക്ഷേത്രാചാരം മാത്രമെടുക്കുന്നത് നമുക്ക് കൂടുതൽ കാണാനുണ്ട്. വിദേശികൾ തന്നെ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ വന്നിട്ട് ക്ഷേത്രത്തിന് കൊണ്ടുപോയി കണ്ടില്ല. വിദേശിയുടെ ലോകെടുക്കുകയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നതൊക്കെ കണ്ടില്ല. പിന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്ന് ഒരുപാട് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കർമ്മോത്സവം അത് പ്രത്യേകിച്ച് പറയുന്നതുമില്ല. അപ്പോൾ വലിയ 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 കോടീശ്വരകളോ അല്ലെങ്കിൽ വലിയ എന്തോ ഒരു സമാധാനം അത്രേ ഉള്ളൂ. ഏത് നാട്ടുകാരാണെങ്കിലും പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാകും സമയത്ത് തരണം ചെയ്യുന്ന ധൈര്യം ഈശ്വരനാണ്. അപ്പം ഞാൻ ഇന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ കുറച്ച് ഒരു ക്ഷേത്രത്തിലെ പറയെടുപ്പിനായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ജീവനിലാണ് പറയെടുക്കുക. ഉത്സവങ്ങൾ മലപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ചില ക്ഷേത്രങ്ങൾ ജീവകലാണ്. അങ്ങനെ അത് കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിന്നു. അതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന് അടുത്ത ക്ഷേത്രത്തിലേക്കാണ്. വേറെ ഒന്നുമല്ല, സരസ്വതി ക്ഷേത്രം. പട്ടാറമ്മ സരസ്വതി ക്ഷേത്രം ദേവസ്വം നല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളതാണ്. അതായത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെ തന്നെയാണ്. അതിൽ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ വളവിനായിട്ട് തന്നെയാണ് ദേവിയുടെ ക്ഷേത്രം. അപ്പോൾ അവിടേക്ക് കയറി കൂടുതലും ഇത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കയറുന്ന ഭാഗത്തിലാണ് ഞാൻ പുറത്തൂടെ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ തന്നെ ഞാനും ചൈത്രമോളുടെ കയറിയത്. ഇതാണ് അവിടുത്തെ ഗോപുരം ഫ്രണ്ടിൽ കാണുന്നത്. ഇതാണ് ഫ്രണ്ട് വശം കാണുന്നത്. ആ റോഡ് സൈഡിൽ കണ്ടില്ല, ട്രാഫിക്കാണ് അവിടെ, സിഗ്നലായി. അപ്പം എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഐശ്വര്യം തോന്നും. അവിടെ അപ്പോൾ പല അക്ഷരങ്ങൾ വെച്ചുള്ള ദൈവങ്ങളെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നവഗ്രഹ പൂജയുണ്ട്. അത് 10 മണിയാണ് അതിൽ എഴുതിച്ചിട്ടുണ്ട്. അതായത് ചോദിച്ചാൽ അവിടെ അപ്പോഴത്തേക്ക് ഇവിടെ വിശപ്പായി നേരെ ആര്യസ് വന്ന് ചൈത്ര നെയ്ഗോസ്റ്റാണ് പറയുന്നത്. എൻ്റെ അഴുക്കിട്ട് ചെരുപ്പിട്ട് എൻ്റെ വിശപ്പ് കൊണ്ടാണോ എന്താണെന്ന് അറിയുന്നത്. 3 മാസത്തെ വിഷയമാണ്. നല്ല മോരിഞ്ഞ ഇവിടെ ചായയും കൂടി വാങ്ങിച്ചു. മിത്ര അങ്ങനെ ചായ കുടിക്കാത്തതാണ്, പക്ഷേ ശരിക്കും ചായയും വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം പച്ചക്കറി വാങ്ങിക്കുന്നു. വില കിട്ടുമല്ലോ, 3 കിലോ ഒക്കെ കിട്ടുമല്ലോ, നല്ല ആദായത്തിൽ പച്ചക്കറി ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വന്നു. അപ്പോൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. കാരണം റോഡ് സൈഡിൽ നമുക്ക് വണ്ടി ഇടാൻ പറ്റില്ല. അങ്ങനെ നേരെ വന്നു. ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് പാർക്കിംഗ് ഏരിയയിൽ വന്നു. അവിടെ പേ പാർക്കിംഗ് കേട്ടോ. അവിടെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ വന്നിച്ചത്തേക്കുള്ള ആഹാരം വേഗം തീയിൽ വെക്കാനാണ്. തീയിൽ ഉണ്ടാക്കി